ഹലോ ഫുഡീസ്. ഇന്ന് ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം കഫേയിലെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ബാംഗ്ലൂർ വരെ വരേണ്ടിയിരിക്കുന്നു. വേറെ എവിടെയെങ്കിലും ഔട്ട്ലെറ്റ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ബാംഗ്ലൂരാണ് ഇത് മെയിനായിട്ടുള്ളത്. അങ്ങനെ രാവിലെ തന്നെ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ചെന്നപ്പോഴാണെങ്കിൽ ഇതാണ് അവസ്ഥ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. പിന്നെ ഒരു നോർമൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമുള്ളൊരു റെസ്റ്റോറൻ്റ് അല്ല. പിന്നെ നമുക്കിവിടെ ലൈവായിട്ട് ഒരു കുക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. പിന്നെ ഇവിടെ സെൽഫ് സർവീസ് ആണ്. ആദ്യം നമ്മൾ ബില്ല് ചെയ്തിട്ട് വേണം ഇവിടെ വന്നിട്ട് ഈ ഫുഡെല്ലാം കളക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഐറ്റംസ് ഒരുമിച്ച് തന്നെ ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഭാഗ്യത്തിന് ഇരിക്കാനൊരു സീറ്റ് കിട്ടി. അപ്പോൾ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മസാല ദോശ, പൊടി മസാല ദോശയും പിന്നെ പൊടി ഇഡ്ഡലിയും പിന്നെ പൂരിയായിരുന്നു. ഈ മസാല ദോശ നമ്മുടെ നാട്ടിലെ പോലെ നോർമൽ തിന്നായിട്ടുള്ള മസാല ദോശയല്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള തിക്കായിട്ടുള്ള മസാല ദോശയാണ്. സത്യം പറയാല് ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ കഴിച്ചാൽ അതെൻ്റെ ഫേവറേറ്റായി. ഈ മസാല ദോശയുടെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഈ ചട്നി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എനിക്കിപ്പോൾ പോലും കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. പക്ഷേ സാമ്പാർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സാമ്പാറാണ്. പക്ഷേ ഈ ചട്നി കൂട്ടി തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. കൂടെ ഇതിനകത്ത് പൊടി ഉണ്ടല്ലോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പൊടി ഇഡ്ഡലി. ഇത് ഈ ബട്ടറിലങ്ങ് കുളിപ്പിച്ച് ഈ പൊടിയും കൂടെ ഇട്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ എന്താ ഇഡ്ഡലി ഇത്രയും സോഫ്റ്റ് ആവാത്തത്? മേ ബി ഇത്രയും ബട്ടർ ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത്. അത്ര അടിപൊളിയായിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, പൊടി ഇഡ്ഡലി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ സ്പൂണെല്ലാം മാറ്റി വെച്ചിട്ട് കൈ വെച്ച് തന്നെ കഴിക്കാൻ തുടങ്ങി. അടുത്തത് ഈ പൂരിയും ബാജിയും പിന്നെ കൂടെ ചട്നി ഉണ്ടായിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൊള്ളയായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ലതായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും നല്ല കോമ്പിനേഷനാണ്. സത്യം പറഞ്ഞ് എല്ലാം കൂടെ ലാസ്റ്റ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആദ്യം ആവശ്യത്തിന് കയറി എല്ലാം ഓർഡർ ചെയ്തു. എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം ഓർഡർ ചെയ്തു. പിന്നെ ഇതിന് ടേസ്റ്റ് കാരണം കഴിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല, ഫുള്ളായിട്ട് കഴിച്ചു. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് രാമേശ്വരം കഫേ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ചായയുടെയും കോഫിയുടെയും കൗണ്ടറും സെപ്പറേറ്റ് ആയിട്ടാണ്. ലാസ്റ്റ് ഞങ്ങളൊരു ചായയും കോഫിയും വാങ്ങിച്ചു. ഇതിൽ കോഫി ആയിരുന്നു നല്ലത്, ജിഞ്ചർ ടീ ആയിരുന്നു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഇനി ബാംഗ്ലൂർ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് രാമേശ്വരം കഫേ. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു.